ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഹെഡ്ഫോൺ ഉണ്ട്. സെനൈസറിൻ്റെ മൊമെൻറ്റം 4 വയർലെസ് എന്ന് പറയുന്ന ഹെഡ്ഫോണാണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇതിപ്പോൾ സ്പെഷ്യൽ എഡിഷൻ എന്നതിൽ എഴുതിയിട്ടില്ലെങ്കിലും ദിസ് ഇസ് സോ സ്പെഷ്യൽ, സോ ക്ലോസ് ടു മൈ ഹാർട്ട്. ഇത് ഒരു സുഹൃത്ത് തന്ന സമ്മാനമാണ്. ഷസാം, കോൾ മീ ഷസാം. ഷസാമാണ് ഈ ഹെഡ്ഫോൺ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. ഞങ്ങളിങ്ങനെ ഹെഡ്ഫോൺസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ പുള്ളിക്ക് തോന്നി എനിക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നുള്ളത്. ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. ഷസാം തന്നു എന്നുള്ളതുകൊണ്ട് ഇത് സ്പെഷ്യൽ ആവുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എന്തിനാണ് ഈ പൈസ കൂടുതലുള്ള ഹെഡ്ഫോൺസ് വാങ്ങിക്കുന്നത്? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻഡ് ഇങ്ങനെ പൈസ കൂടുന്നവർ ഈ ഹെഡ്ഫോണിൽ എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഞാൻ വളരെ സിമ്പിൾ ടേമിലാണ് പറയുന്നത്. ഞാനും എക്സ്പേർട്ട് അല്ലാത്ത ഒരാൾക്ക് കൂടി മനസ്സിലാവണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത്. സോ അൺബോക്സിങ് ഡയറക്റ്റ് കാണാനാണെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാം. എൻ്റെ ഹെഡ്ഫോൺസ് ജേർണി, അതായത് പാട്ട് കേൾക്കാൻ എന്തെങ്കിലും ഫോണിൽ കുത്തുന്നൊരു സാധനം അല്ലെങ്കിൽ മറ്റേ ടേപ്പ് റെക്കോർഡറിൽ കുത്തുന്നൊരു സാധനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത് ഒരു സംഭവമായി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം ഞാൻ റേഡിയോ മാംഗോയിൽ ജോയിൻ ചെയ്തു. റേഡിയോ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ഹൈ ക്വാളിറ്റി ഹെഡ്ഫോൺസ് ആണ് ഇരിക്കുന്നത്. അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം ഹെഡ്ഫോൺ എന്നൊക്കെ പറയുന്നത് 650 രൂപയൊക്കെ വിലയുള്ള JBL ഒക്കെ ഹെഡ്ഫോൺസ് ആയിരുന്നു. ആ ഹെഡ്ഫോൺസൊക്കെ വാങ്ങിച്ച് നല്ല മുഴക്കത്തിൽ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ടൂറൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ നല്ല ബേസിൽ ഇങ്ങനെ ഗും 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 മുഴങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ക്വാളിറ്റി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റേഡിയോ സ്റ്റേഷനിൽ വന്നു പലതരം ഹെഡ്ഫോൺസ്. സെനൈസറിൻ്റെ HD 280 ആണോ അതോ 500 ആ ഒരു സീരീസിലൊക്കെ വരുന്ന ഹെഡ്ഫോൺസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മോണിറ്റർ സ്പീക്കേഴ്സ് എന്ന് പറയും. നമ്മൾ സാധാരണ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല മുഴക്കമുള്ള സ്പീക്കർ ഒരെണ്ണം സംഘടിപ്പിക്കാനാണ് നോക്കുക, അല്ലെങ്കിൽ മാക്സിമം വാട്ട്സ് കൂടുതലുള്ള ഭയങ്കര പവറുള്ള സ്പീക്കേഴ്സ് നോക്കും. പക്ഷേ ആക്ച്വലി സൗണ്ട് ക്വാളിറ്റിയിൽ കേൾക്കണമെങ്കിൽ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്, ഈ മ്യൂസിക് അല്ലെങ്കിൽ ഈ സിനിമ ഇത് ചെയ്തിട്ടുള്ള ആൾ ഒരു സംഭവം ഉദ്ദേശം ഉണ്ടാവുമല്ലോ മനസ്സിൽ, ഓരോ ഇമോഷൻസൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൃത്യമായി നമുക്ക് കേൾക്കണമെങ്കിൽ ഒരു മോണിറ്റർ ഹെഡ്ഫോൺ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. പറഞ്ഞു വരുമ്പോൾ ഈ ഹെഡ്ഫോൺസ് ആണെങ്കിലും ഈ മോണിറ്റർ സ്പീക്കേഴ്സ് ആണെങ്കിലും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടിയാണ്. അത് എന്തിനാണ് അങ്ങനെ വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗണ്ടിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ പെൻസിൽ ഉണ്ടല്ലോ, ഇതൊരു സ്റ്റേജ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കും. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ഇവിടെ ഒരു മ്യൂസീഷ്യൻ ഇരിപ്പുണ്ട്, അയാളുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഇങ്ങനെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഇൻസ്ട്രുമെൻസുമായിട്ട് ആൾക്കാർ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഇതിൽ ഇങ്ങേ അറ്റത്തിരിക്കുന്ന ആളുടെ കയ്യിലുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബേസുള്ള മുഴങ്ങി കേൾക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുംതോറും ആ മുഴക്കം കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ആ ബേസ് എലമെൻറ്റിനേക്കാൾ കൂടുതൽ ഹൈ എലമെൻറ്റിലേക്ക് കൂടി വരിക. ഇങ്ങേ അറ്റത്തേക്ക് വരുമ്പോൾ ഏറ്റവും ഹൈസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഒട്ടും ബേസ് ഇല്ലാതെ കേൾക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ സീരീസിലേക്കൊക്കെ വരുന്ന അങ്ങനത്തെ സൗണ്ട്സ് ഉണ്ടല്ലോ, ഇതാണെന്ന് വിചാരിക്കും. എക്സാക്ട്ലി ഇങ്ങനെ ഒന്നുമല്ല, പക്ഷേ ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം വിചാരിക്കേണ്ട കേട്ടോ, ആൾക്കാരുടെ ശബ്ദങ്ങളും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിനെ നമുക്കൊരു സൗണ്ട് സ്റ്റേജ് എന്ന് വിളിക്കാം. സൗണ്ടിൻ്റെ എല്ലാ ഘടകങ്ങളും അണിനിരക്കുന്ന ഒരു സ്റ്റേജ്. ഇവിടെയാണ് ഏറ്റവും ബേസ് എലമെൻ്റ് ഉള്ളത്, ഇവിടെയാണ് ഏറ്റവും ട്രബിൾ എലമെൻ്റ് ഒക്കെ ഉള്ളത്, ഇവിടെ ഒരു മിഡ് ടോൺസ് വരുന്നുണ്ട്. നമ്മുടെയൊക്കെ വോയിസ് മിക്കവാറും നിൽക്കുന്നത് ഈ മിഡ് ടോൺസിലായിരിക്കും. ഇനി ഒരു മ്യൂസീഷ്യൻ ഈ സൗണ്ട് സ്റ്റേജിനെ, അല്ലെങ്കിൽ ഒരു സിനിമ മിക്സ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അവർ ഈ സൗണ്ട് സ്റ്റേജിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ ബേസ് ആയിട്ടുള്ള സൗണ്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ബിൽഡ് ആവും ഇല്ലേ, ഒരു സാധനം വരുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈ ടോൺസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവരത് ഉണ്ടാക്കുക. അപ്പോൾ ഓരോ സൗണ്ട് എലമെൻറ്റിനും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ എന്തെങ്കിലും ഇമോഷൻ ജനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. ഡയലോഗ്സിന് ഇമ്പോർട്ടൻസ് വരുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ബേസ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുപോലെ ഫ്ലൂട്ട് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് വരേണ്ട ഒരു സൗണ്ട് ഫ്രീക്വൻസി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരിതിൽ ഒരു പണിയും. അങ്ങനെ ഈ ടോട്ടൽ സൗണ്ട് സ്റ്റേജിൽ നമുക്ക് ഏതൊക്കെ സമയത്താണ് കേൾക്കേണ്ടതെന്ന് വിചാരിച്ച് അവരൊരു സാധനം മിക്സ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇനി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സൗണ്ട് സ്റ്റേജിൽ അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സൗണ്ട് ഇത് നമ്മൾ കേൾക്കുമല്ലോ. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഹെഡ്ഫോണിന് അല്ലെങ്കിൽ സ്പീക്കറിന് അവരുടേതായിട്ടുള്ള ഒരു ട്യൂണിങ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ബേസ് എലമെൻറ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. ഇപ്പോൾ JBL തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഒരു 650 രൂപയുടെ JBL ഹെഡ്ഫോൺ വാങ്ങാന്നുള്ള ജീവിതാഭിലാഷമായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മുഴക്കം ഭയങ്കരമായിട്ട് കയറി നിൽക്കും. ഭയങ്കര മറ്റേ ഇടിച്ച് സൗണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതാണ് അതിൻ്റെ സെല്ലിംഗ് പോയിന്റ്. അതായത് വലിയ ക്വാളിറ്റിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിവൈസിൽ ഈ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ആ ഡിവൈസിന് ഈ പറയുന്ന ഇത്രയും സൗണ്ട് സ്റ്റേജ് നമ്മളിലേക്ക് ഡെലിവർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഈ ഹെഡ്ഫോണിൽ ഇത് കയറ്റിയിടുമ്പോൾ, ബേസ് എലമെൻറ്റ് കയറ്റിയിടുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, കൊള്ളാലോ, ഭയങ്കര സംഭവമുള്ളൂ എന്ന് തോന്നും. ചില ഹെഡ്ഫോൺസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബേസ് ഒന്നും കേൾക്കില്ല, നല്ല മുഴക്കമുള്ള പാട്ടാണ്. വേറെ എവിടെയൊക്കെ കേട്ടപ്പോൾ നല്ല മുഴക്കമുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഹെഡ്ഫോണിൽ കേട്ടപ്പോൾ ഇതിന് മുഴക്കമില്ലല്ലോ എന്ന് തോന്നും. അത് ആ ഒരു പോർഷൻ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഓരോ ഹെഡ്ഫോൺസിനും ഓരോ സ്പീക്കേഴ്സിനും
കളറിംഗ് എന്നാണ് പൊതുവേ ഞാൻ ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് ഒരാൾ വരയ്ക്കുകയാണ് ഒരു വലിയ ക്യാൻവാസിൽ, അയാൾക്ക് ആവശ്യമുള്ള കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏത് കളർ എങ്ങനെ വേണം, എത്ര ഇൻറ്റൻസിറ്റിയിൽ വേണം, കളറിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം വേണം, ഇതൊക്കെ നോക്കിയിട്ട് അയാൾ ഒരു പെയിൻറ്റിംഗ് വരച്ചുണ്ടാക്കുന്നു. നമ്മളിത് ഏത് ഡിസ്പ്ലേയിൽ കാണുന്നു എന്നുള്ളതനുസരിച്ച് നമ്മളത് കാണുമ്പോൾ ഉള്ള ഒരു സംഭവം മാറും. ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ ആയിരിക്കും, പക്ഷേ ചില ഫോണിൻ്റെ സ്ക്രീനിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സാധാ ഗ്രീൻ കളറാണെങ്കിലും ഫോണിൽ ഇങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കും. ഒരു ഫോട്ടോ ആ ഫോണിലെടുത്താൽ അടിപൊളിയായിരിക്കും, ആ ഫോണിൽ കാണാനും അടിപൊളിയായിരിക്കും, പക്ഷേ മറ്റൊരു ഡിവൈസിലേക്ക് അത് കോപ്പി ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ കളറൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട് എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിൻ്റെ കാരണം ആ ഡിസ്പ്ലേ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കളേഴ്സൊക്കെ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചിലതിൽ അത്രയും ഒന്നും കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഹെഡ്ഫോൺസിലും. ആ ഹെഡ്ഫോണിലേക്ക് വരുന്ന സൗണ്ടിൽ ഇന്ന പോർഷൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പാകത്തിന് ആ ഹെഡ്ഫോൺ കളേർഡ് ആയിരിക്കും, ട്യൂൺഡ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു മ്യൂസീഷ്യൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ബേസിനേക്കാൾ കൂടുതൽ ട്രബിളുള്ള അങ്ങനത്തെ ഒരു സൗണ്ട് ആയിരിക്കും അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ഹെഡ്ഫോൺ ട്യൂൺഡ് ആയിരിക്കുന്നത് ഈ ട്രബിൾ പോർഷൻ മാക്സിമം ഡൗൺ ചെയ്ത് ബേസ് കയറ്റിയിട്ട് അടിക്കാനായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ആ മ്യൂസീഷ്യനോ അല്ലെങ്കിൽ ആ സൗണ്ട് എഞ്ചിനീയറോ ഉദ്ദേശിച്ചിട്ടുള്ള എന്താണോ അത് നമുക്ക് കിട്ടില്ല. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും, കാര്യമൊക്കെ മനസ്സിലാവും, പക്ഷേ എന്താണോ ഈ സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ ഉദ്ദേശിക്കുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ, അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ, അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള ഒരു വിദ്യാഭ്യാസം, അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് അല്ല യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പോലും അങ്ങനെയുള്ള സൗണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പാർട്ടിയൊക്കെ നടക്കുമ്പോൾ നല്ല ബേസുള്ള സ്പീക്കേഴ്സൊക്കെ തന്നെ യൂസ് ചെയ്യണം, നല്ലോണുള്ളൊരു ഗുമ്മുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് റെക്കോർഡാവുന്നത് ഒരു മൈക്ക് ത്രൂ ആണ്. ഇതിൽ എൻ്റെ സൗണ്ട് കൃത്യമായിട്ടാണോ വരുന്നത്, നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് എൻ്റെ വോയിസിലെ സ്ട്രെങ്ത് ഉള്ള പോർഷൻസിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ സൗണ്ടിനെ എഡിറ്റ് ചെയ്യാറുണ്ട്. അത് എല്ലാവരും ചെയ്യുന്നതാണ്. സൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സൗണ്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആ സൗണ്ടിനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കളേർഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോണിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഹെഡ്ഫോണിൽ കേൾക്കുമ്പോൾ തോന്നുന്നത് എൻ്റെ സൗണ്ടിൽ ഭയങ്കര ബേസ് കയറിയിരിക്കുന്നുണ്ടല്ലോ, ബാസ് കുറയ്ക്കാം, അങ്ങനെ കുറച്ച് അവസാനം എന്ത് സംഭവിക്കുമെന്ന് അറിയോ, ഇത് വേറൊരു ഹെഡ്ഫോണിൽ ഒരാൾ കേൾക്കുമ്പോൾ, എൻ്റെ ആ സെയിം കളേർഡ് ഹെഡ്ഫോൺസ് അല്ലാതെ വേറൊരു ഹെഡ്ഫോണിൽ കേൾക്കുമ്പോൾ ഇയാളുടെ സൗണ്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനകത്തൊരു പഞ്ചില്ലല്ലോ എന്ന് തോന്നും. ഇനി ഞാൻ കേൾക്കുന്ന ഹെഡ്ഫോൺ ആ പഞ്ചി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഹെഡ്ഫോൺ ആണെങ്കിൽ ഞാൻ ആ പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ബേസ് കയറ്റിയിടും. അപ്പോൾ നല്ല ബേസുള്ള ഹെഡ്ഫോൺസിലോ സ്പീക്കറിലോ കേൾക്കുന്ന ഒരാൾക്ക് ഇത് മുഴുവൻ ഇടിച്ച് നിൽക്കുകയാണ്, ഇവൻ പറയണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഈ സൗണ്ടിനെ എഡിറ്റ് ചെയ്യുക, ഇനി സിനിമയോ അല്ലെങ്കിൽ പാട്ടുകളോ ഒക്കെ കേൾക്കുമ്പോൾ എന്താണോ ആ മ്യൂസീഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ളത് അതിനെ അതുപോലെ അബ്സോർബ് ചെയ്യാനും മനസ്സിലാക്കാനുള്ള ഒരാഗ്രഹമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് സിഗ്നേച്ചറുള്ള ഹെഡ്ഫോൺസ് ആണ്. പല രീതിയിൽ വരും. ഇപ്പോൾ വി ഷേപ്ഡ് സൗണ്ട് സിഗ്നേച്ചേഴ്സ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് എലമെൻറ്റും ട്രിബിൾ എലമെൻറ്റും ഒക്കെ നല്ലോണം കൂടി നിൽക്കും. അതിൻ്റെ ഇടയിലുള്ള മിഡ് ടോൺസിൻ്റെ സൗണ്ട് കുറഞ്ഞായിരിക്കും ഇരിക്കുക. ചില ഹെഡ്ഫോൺസിൽ ചിലപ്പോൾ മിഡ് ടോൺസിനായിരിക്കും ഇമ്പോർട്ടൻസ് വരിക, ചില ഹെഡ്ഫോൺസിന് ഈ പറഞ്ഞ നമ്മൾ ബേസ് പറയുന്ന അല്ലെങ്കിൽ ഒരു ലോ പോർഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് വരിക, ചിലതിൽ ഹൈ പോർഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് വരിക. പക്ഷേ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ സൗണ്ടും അതിലേക്ക് എന്താണോ വരുന്നത് അത് കൃത്യമായി കേൾപ്പിച്ച് തരിക എന്നുള്ളതാണ്. ആ ഹെഡ്ഫോൺ ഒന്നിനെയും കുറയ്ക്കുന്നുമില്ല, ഒന്നിനെയും കൂട്ടുന്നുമില്ല. എന്താണോ സിസ്റ്റത്തിലൂടെ ഹെഡ്ഫോണിലേക്ക് വരുന്നത് അത് അതുപോലെ തന്നെ കേൾപ്പിച്ച് വരും. അപ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആവും. ഒരു സിനിമ കാണുകയാണെങ്കിൽ ഈ സൗണ്ട് ഇങ്ങനെയാണ്, ഈ സൗണ്ടിൽ ഇങ്ങനെ ഒരു മിക്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും. പണ്ട് എന്നോടൊരു സുഹൃത്ത് പറയായിരുന്നു, നമ്മൾ ഈ ഹെഡ്ഫോൺസിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതനുസരിച്ച് AR റഹ്മാൻ്റെ പാട്ടുകൾ, ഒരേ പാട്ട് തന്നെ ഹെഡ്ഫോൺസിൻ്റെ ക്വാളിറ്റി കൂട്ടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഓരോ സൗണ്ടും കേൾക്കാൻ പറ്റുമെന്ന്. കാരണം അദ്ദേഹം വലിയൊരു സൗണ്ട് സ്റ്റേജിൽ ഒത്തിരി കുഞ്ഞു സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഒരു കുറഞ്ഞ ഹെഡ്ഫോൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൗണ്ട് സ്റ്റേജ് വളരെ ചെറുതായിരിക്കും. ആ സ്റ്റേജിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത സൗണ്ടിനെ ആ ഹെഡ്ഫോൺ നമ്മളെ കേൾപ്പിക്കില്ല. കുറച്ചും കൂടി സൗണ്ട് സ്റ്റേജിലുള്ള ഒരു ഹെഡ്ഫോൺ, ഇതിനൊക്കെ വേറെ ടേംസ് ഉണ്ട് കേട്ടോ, ഒരു ഹെഡ്ഫോൺ ആണെങ്കിൽ നേരത്തെ ഹെഡ്ഫോൺ ഒഴിവാക്കിയ ചില സൗണ്ടുകൾ നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ഇതിങ്ങനെ മാറി നല്ലൊരു പെയർ ഓഫ് ഹെഡ്ഫോൺസിലേക്ക് വരുമ്പോൾ, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ട് സിഗ്നേച്ചറിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താണോ മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏതാണ്ട് അതുപോലെയൊക്കെ കേൾക്കാൻ പറ്റും. ഡിജിറ്റലി ഈ ഡാറ്റയാണല്ലോ ഇത്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങൾ വരുമെങ്കിലും ഏതാണ്ട് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ബാലൻസ്ഡ് സൗണ്ട് സിഗ്നേച്ചറാണ് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളത് എന്ന് ഞാൻ ഷസാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെനൈസറിൻ്റെ ഈ മൊമെൻറ്റം 4 എന്ന് പറയുന്ന വയർലെസ് ഹെഡ്ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന വേറെ ചില മോഡൽസ് ഉണ്ട്. അതിലൊന്ന് സോണിയുടെ WH-1000 XM5 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ ബോസിൻ്റെ ക്വൈറ്റ് കംഫർട്ട് അൾട്ര എന്ന് പറയുന്ന ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ PX7 S2E എന്ന് പറയുന്ന ഒരു ഹെഡ്ഫോണും ആപ്പിൾ എയർപോഡ്സ് മാക്സും ആണ്. ഇതൊക്കെ ഒരു ലീഗാണ് സൗണ്ടിൽ. ഇതിലേതാണ് മെച്ചം എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൽ എനിക്കിഷ്ടമുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചർ അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനൊക്കെ എന്നെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നെനിക്ക് തോന്നിയത് സെനൈസർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പൊതുവേ ആ ബ്രാൻഡിനോട് എനിക്കൊരു വല്ലാത്ത സ്നേഹം കൂടുതലുണ്ട്. ചിലപ്പോൾ ഞാൻ ആദ്യമായി കേൾക്കുന്ന നല്ല സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസ് അവരുടെ ആയതുകൊണ്ടായിരിക്കാം.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോയപ്പോഴാണ് ഷസാം എനിക്ക് ഇത് ഗിഫ്റ്റായിട്ട് തന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. ആൻഡ് ഈ ഹെഡ്ഫോണിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. ബൈ ദ ബൈ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ്ഫോൺ എന്ന് പറയുന്നത് BA ഡൈനാമിക്സിൻ്റെ DT770 Pro എന്ന് പറയുന്ന ഹെഡ്ഫോൺസ് ആണ്. ഏതാണ്ട് 10 രൂപ റേറ്റിൽ നമുക്ക് ആ ഹെഡ്ഫോൺ വാങ്ങിക്കാൻ പറ്റും. അത് മാത്രമല്ല വേറെയും കുറേ നല്ല ബ്രാൻഡുകളൊക്കെ ഉണ്ട്. പക്ഷേ BA ഡൈനാമിക്കിൻ്റെ DT770 Pro എന്ന് പറയുന്നത് ഒരു ലെജൻഡറി സീരീസാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ BA ഡൈനാമിക്കിൻ്റെ ഒരു ഹെഡ്ഫോൺ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഡിയോ ടെക്നിക്കയുടെ M50X അതങ്ങനെ ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെഡ്ഫോൺസിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഹെഡ്ഫോണിനെ പവർ ചെയ്യാനുള്ള അത്രയും ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഇപ്പോൾ DT770 Pro എൻ്റെ ഇരിക്കുന്നത് 32 ഓമിൻ്റെയാണ്. അത് 80 ഓമിൻ്റെയും 250 ഓമിൻ്റെയും ഉണ്ട്. ഈ ഓം എന്ന് പറയുന്നത് ഇംപെഡൻസ് ആണ്. അപ്പോൾ അത്രയും പവർ ഹെഡ്ഫോൺസിലേക്ക് കൊടുത്താൽ മാത്രമാണ് ഔട്ട്പുട്ട് അങ്ങനെ കിട്ടുക. ഇപ്പോൾ 250 ഓമിൻ്റെ BA ഡൈനാമിക്കിൻ്റെ ഹെഡ്ഫോൺ എടുത്ത് തലയിൽ വെച്ച് അതൊരു ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കില്ല, ഭയങ്കര ചെറുതായിട്ടേ കേൾക്കുള്ളൂ ഫോണിൽ ഫുൾ വോളിയം വെച്ചാലും. കാരണം ആ ഹെഡ്ഫോണിനെ പവർ ചെയ്യാനുള്ള ആംബിയർ നമ്മുടെ ഫോണിലില്ല. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ലാപ്ടോപ്പുകളിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനൊരു എക്സ്റ്റേണൽ ഡിവൈസ് വാങ്ങേണ്ടി വരും. അതാണ് അതിലൊരു കോസ്റ്റ് ഫാക്ടർ വരുന്നത്. ഇതിപ്പോൾ വയർലെസ് ഹെഡ്ഫോൺ ആണ്. ആൻഡ് ഇത് കാഷ്വൽ ലിസണിങ്ങിന് പോലും മോസ്റ്റ് റെക്കമെൻഡഡ് ഒരു ഹെഡ്ഫോൺ കൂടിയാണ്. DT770 Proയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. 32 ഓമിൻ്റെ ഹെഡ്ഫോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ കാണുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കും. പക്ഷേ അത് വയേർഡാണ്. ഇപ്പോൾ വരുന്ന പല ഹെഡ്ഫോൺസിലും 3.5mm ജാക്കില്ല. അപ്പോൾ ഫോണിൽ യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഡാക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. എനിവേ ഇത് ഒത്തിരി ഇൻഫർമേഷൻ ആവുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. സോ ഇതിൻ്റെ ബാക്കിലൊരു സീലിംഗ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല പാക്കിംഗ് ആട്ടോ, ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു പാക്കിംഗ് ആണ്. ബോക്സ് നമ്മൾ ഇങ്ങനെയാണ് തുറക്കുന്നത്. മാൻ അടിപൊളി, കാണിച്ചു തരാം. ബോക്സിനകത്ത് ഒന്നുമില്ല, ഇതൊരു കാർഡ്ബോർഡ് ബോക്സാണ്. പക്ഷേ നല്ല പാക്കിംഗ് ആണ്. ആൻഡ് ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു കവറാണ്. ഈ കവറിൻ്റെ അകത്താണ് ഹെഡ്ഫോൺ ഉള്ളത്. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഇത്തരം വലിപ്പമുള്ള ഹെഡ്ഫോൺസ്, വില കൂടിയ ഹെഡ്ഫോൺസ് വാങ്ങിച്ച് പോകുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ട്രാവലിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. കാര്യം വയർലെസ് ആണല്ലോ. അപ്പം സിനിമ കാണാനാണെങ്കിലും പാട്ട് കേൾക്കാനാണെങ്കിലും അത്യാവശ്യം എഡിറ്റിങ്ങിനാണെങ്കിലും ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെഡ്ഫോണായിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഹെഡ്ഫോൺ ബാഗിൻ്റെ അകത്ത് ബാക്കി സാധനങ്ങളുടെ കൂടെ ഇരുന്ന് അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇങ്ങനൊരു കവർ ഇതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളത് നല്ല പ്രീമിയം, അത്യാവശ്യം ഹാർഡ് മെറ്റീരിയലാണ്. നമുക്കപ്പം ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ സിബ് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. തുറക്കുമ്പോൾ ഇതിനകത്ത് ഐഫോണിനും ഐപാഡിനും ഒക്കെ സർട്ടിഫൈഡ് ആണ് എന്നുള്ള സംഭവമുണ്ട്. ദാറ്റ്സ് ഫൈൻ. കുറച്ച് പേപ്പർ വർക്കാണ്. പിന്നെ ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതും. കാര്യം ഈ മൊമെൻറ്റം 4 എന്ന് പറയുന്ന ഹെഡ്ഫോണിന് ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഒരുവിധം പ്രീമിയം ഹെഡ്ഫോൺസിനെല്ലാം ആ ഫീച്ചർ വരുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേപ്പറാണ്. പിന്നെ നമുക്കിത് വയേർഡായിട്ടും യൂസ് ചെയ്യാം. അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3.5mm ഓഡിയോ ജാക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ. വേറൊരു കുഞ്ഞ് ഡിവൈസ് ഉണ്ട്. ഇതൊരു അൺബോക്സിങ് വീഡിയോ അല്ലേ, ഞാൻ ഇത്രയും ഡിവൈസുകളൊന്നും ഒത്തിരി പരിചയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും ചെയ്യുന്നുണ്ട്, അന്നേരം പറയാം. ആൻഡ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB A to C ടൈപ്പ് കേബിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് C കേബിൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് അനക്കണ്ടെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഹെഡ്ഫോണാണ്. പൊന്ന് ഷസാമേ, എന്താണെന്നറിയോ, സോഫ്റ്റ് സ്മൂത്ത്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച കളറാണിത്. കാരണം ഇതൊരു ബ്ലാക്ക്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനൊരു ക്രോം ഫിനിഷൊക്കെ കൊടുത്തിട്ട് ഈ ഒരു കളറ് ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്, അതിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷനും കൂടിയാണ്. അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് പറിക്കാം. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതായത് ടച്ച് ഫങ്ഷനാണ്. പ്ലേ പോസ് ഉണ്ട്, കോൾ എടുക്കുന്നതും കട്ട് ചെയ്യുന്നതും സ്വൈപ്പ് ചെയ്തിട്ടാണ്. ആൻഡ് വോളിയം കൂട്ടാനും കുറയ്ക്കാനും മുകളിലേക്കും താഴേക്കുമാണ് സ്വൈപ്പ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് ഉണ്ട്. ആൻഡ് ഈ ഹെഡ്ഫോണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് റിവ്യൂസിലൊക്കെ പറയുന്നത് 60 മണിക്കൂർ ഒറ്റ ചാർജിൽ ഇത് വർക്ക് ചെയ്യുമെന്നാണ്. 60 hours. എൻ്റെ ഒരു യൂസ് കേസൊക്കെ വെച്ച് പറയാനാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് അപ്പം തൊട്ട് ഹെഡ്ഫോൺ എൻ്റെ തലയിലുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു 3 ദിവസം ഇത് ചാർജ് ചെയ്യാതെ തന്നെ ബ്ലൂടൂത്ത് ഫങ്ഷൻസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്കിത് തലയിൽ വെക്കാം, ലെഫ്റ്റും റൈറ്റും. ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, സോ സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന പോലത്തെ
അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഇയർ കപ്സ് ഇവർ കൊടുത്തിരിക്കുന്നതും ഗംഭീര കുഷനിങ് ആണ്. ഭയങ്കര രസമുണ്ട്, തൊടുമ്പോൾ ഭയങ്കര രസമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ലെഫ്റ്റും റൈറ്റും എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അതിന് അവർ കൊടുത്തിരിക്കുന്ന ഒരു കളറുണ്ട്. ലൈക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഇതിൻ്റെ മഹത്വം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സൗണ്ട് സിഗ്നേച്ചറുള്ള ഹെഡ്ഫോണാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന ഗുണങ്ങളുണ്ട്, ഇതിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്, ഇതൊന്നും അറിയുന്ന ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഇത് കയ്യിലിരിക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രീമിയം ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാമെന്ന് പറയില്ല. ആ കോൺഫിഡൻസ് നമുക്ക് തരുന്ന ഒരു ഹെഡ്ഫോണാണ്. പിന്നെ ഇത് ഏകദേശം ഇത്രയും നമുക്ക് വളയ്ക്കാൻ പറ്റും. ഓക്കെ ഫൈൻ. ആൻഡ് സാധനം ഓണായിട്ടുണ്ട് കയ്യിലിരുന്നപ്പോൾ തന്നെ. ഹായ്, നല്ല രസം. യു നോ വാട്ട്, എടാ എനിക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കേൾക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര സൗണ്ട് ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ANC ഓൺ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അയ്യോ, ഇവിടെ AC ഉണ്ട്, ബാക്കി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. വേറൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കുറഞ്ഞ ഹെഡ്ഫോൺസ് ഉണ്ടല്ലോ, അതായത് മറ്റേ ഇയർബഡ്സ് TWS ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസ്, അതിലാണ് ഞാൻ ഈ നോയ്സ് റിഡക്ഷൻ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഒരു ഹെഡ്ഫോൺസിൽ നോയ്സ് റിഡക്ഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഡബിൾ ടാപ്പിൽ നോയ്സ് റിഡക്ഷൻ ഓഫാണ്. ഈ നോയ്സ് റിഡക്ഷൻ മാറ്റുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് എൻ്റെ പുറത്തുള്ള എല്ലാ സൗണ്ടും ആംപ്ലിഫൈഡ് ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ, അല്ല ഹെഡ്ഫോൺ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്താണോ കേൾക്കുന്നത് അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ. ACക്ക് ഇത്ര സൗണ്ട് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ സൗണ്ട് ഇത്രയും ഹൈ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആപ്പ് ഡൗൺലോഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 3 മണിക്കൂർ ഇത് വർക്ക് ചെയ്യും. 2 മണിക്കൂർ ചാർജ് ചെയ്താൽ ഫുൾ ചാർജ് ആവും. പിന്നെ 60 മണിക്കൂർ ഇത് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഫോണിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഫേംവെയർ അപ്ഡേറ്റ് അപ്പം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രാക്കാണ്. ഞാൻ ഒരുപാട് കേട്ട് നോക്കിയിട്ടുള്ള ഒരു ട്രാക്കാണ് പല ഹെഡ്ഫോൺസിൽ. എനിക്കെല്ലാ പാർട്ടും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പാട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ, സൗണ്ടുകൾ കേൾക്കണ്ടോ? ഓട്ടോ ബോസാണ്. ഞാൻ ഇതിന് ചെവിയിൽ വെക്കുമ്പോൾ പാട്ട് പ്ലേ ആയിക്കോളും. ഇതൊക്കെ പ്രീമിയം ഹെഡ്ഫോൺസിലുള്ളതാണ്, വേറെ എവിടെയും അവൈലബിൾ അല്ലാത്ത ഫീച്ചർ എന്നുള്ളതല്ല. പക്ഷേ അൺബോക്സ് ചെയ്ത് ഇത്രയും നേരം എക്സ്പീരിയൻസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ദിസ് ഇസ് ഗുഡ് ഹെഡ്ഫോൺ. നമുക്ക് കാര്യം 60 മണിക്കൂറൊക്കെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ട്രെയിൻ ജേർണി അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ ഒരു വലിയ ജേർണിക്ക് പോവുകയാണ്. അപ്പോൾ ഇതെടുത്ത് ചെവിയിൽ വെക്കാം. ഈ 60 മണിക്കൂർ ഹെഡ്ഫോൺ നമ്മൾ ചെവിയിൽ വെക്കുക എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇത്രയും നേരം ഇതിൻ്റെ തലയിലിരുന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇതിൻ്റെ നോയ്സ് റിഡക്ഷൻ മോഡ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ഈ ചുറ്റുമുള്ള സൗണ്ട് കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ട്രാൻസ്പറൻസി മോഡിലായിരിക്കും ഉണ്ടാവുക, ഒന്നെങ്കിലല്ല മിക്കവാറും ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഈ ചെറുതിലേ തൊട്ടുള്ളൊരു പേടിയാണ്. നമ്മൾ ഈ ഹെഡ്ഫോണൊക്കെ വെച്ച് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയണ്ടേ, ആരെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയണ്ടേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവിൽ അങ്ങനെ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്നൊരു പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ഹെഡ്ഫോൺസിലും ആ ഫീച്ചർ ഉണ്ടായിട്ടില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുമ്പം ദിസ് ഇസ് സോ ഗുഡ്. പക്ഷേ എന്തായാലും ഒരു ട്രെയിൻ ജേർണിയിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ സിനിമ കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ANC യൂസ് ചെയ്യാൻ തോന്നുന്നു. ആൻഡ് ഇനി 24 മണിക്കൂർ ഇത് തലയിലുണ്ടാവും എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. മറ്റേ തലയിലാവുക എന്ന് പറയില്ലേ, ഇതെൻ്റെ തലയിലായിട്ടുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്താണ് പരിപാടി എന്നുള്ളത്, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഞാൻ പഠിക്കാനുണ്ട്. ഇപ്പം തന്നെ ഒരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിരിപ്പുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഹെഡ്ഫോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ടാറ്റ, ബൈ.